നമഃശിവായ. അമ്മയുടെ സന്ദേശം. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച സമൂഹത്തിന് വളരെയധികം നന്മ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്റർനെറ്റിന്റെയും ടിവിയുടെയും വിവേകശൂന്യമായ ഉപയോഗം ബലാത്സംഗം പോലുള്ള ദുർനടപടികൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നു. മനുഷ്യ മനസ്സിലെ മൃഗീയ വികാരങ്ങളെ ഉണർത്തുന്ന അനാശാസ്യമായ പല വെബ്സൈറ്റുകളിലും ആർക്കു വേണമെങ്കിലും കടക്കാം. തരം താണ ഇന്റർനെറ്റ് സൈറ്റുകളും പ്രോഗ്രാമുകളും നിയന്ത്രിക്കാൻ പല ഗൾഫ് രാജ്യങ്ങളും നടപടി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നടപടികൾ ഭാരതത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, മൗലിക അവകാശമാണ്, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ ഭാവി തലമുറകൾ മുഴുവൻ നശിക്കും. ആ മഹാപാപവും അതിൻ്റെ ഉത്തരവാദിത്വവും നമ്മുടെ തലയിലാകും. ജീവിതത്തിൽ അർത്ഥവും കാമവും മാത്രം പോരാ, ധർമ്മബോധവും ആവശ്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചില നിർദ്ദേശങ്ങൾ നൽകാൻ അമ്മ ആഗ്രഹിക്കുന്നു. അറിവും വിദ്യാഭ്യാസവും സമ്പത്തുമുള്ള സ്ത്രീകൾ, നിരക്ഷരവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ സ്ത്രീകളുടെ ഉന്മനത്തിനായി ശ്രമിക്കണം. പക്ഷേ അത്തരം ശ്രമങ്ങൾ മൂല്യങ്ങൾക്കും സംസ്കാരത്തിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അല്ലാതെ അവയെ ആധുനികത പ്രചരിപ്പിക്കാനോ സാധാരണക്കാരായ ഗ്രാമവാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാനോ ഉള്ള മാർഗമാക്കി കൊണ്ടാകരുത്. സ്ത്രീ പുരുഷ സമത്വം യാഥാർത്ഥ്യമാക്കാൻ സ്ത്രീക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതിന് വേണ്ടത് വിദ്യാഭ്യാസമാണ്. പെൺമക്കളെ കഴിയുന്നത്ര പഠിപ്പിക്കുന്നതും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നതും അമ്മമാർ ഒരു വ്രതമായി ഏറ്റെടുത്ത് നിർവഹിക്കണം. പ്രായം വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല. അതുകൊണ്ട് നിരക്ഷരരായ സ്ത്രീകൾക്കും അറിവ് നേടിക്കൊടുക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കണം. ഭ്രൂണഹത്യയ്ക്കു നിയമപരമായ ശിക്ഷ നിലവിലുണ്ട്. പക്ഷേ അത് വേണ്ട പോലെ നടപ്പാക്കുന്നില്ല. അത് കൂടുതൽ കർശനമാക്കാൻ ഗവൺമെന്റ് നടപടികൾ എടുക്കണം. പെൺകുഞ്ഞ് ജനിച്ച ഉടനെ സർക്കാർ ആ കുട്ടിയുടെ പേരിൽ ഒരു തുക നിക്ഷേപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ആയാൽ ആ കുട്ടിക്ക് കല്യാണപ്രായമാകുമ്പോഴേക്കും കല്യാണത്തിലുള്ള ചിലവിൻ്റെ പൈസ അവളുടെ പേരിലുണ്ടാകും. ഇതുവഴി ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളെ ഉപേക്ഷിക്കുന്ന പ്രവണത കുറഞ്ഞു വരും. രാത്രിയിൽ പോലും ഏത് സമയത്തും സ്ത്രീകൾക്ക് സുരക്ഷിതമായി റോഡുകളിൽ കൂടി നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടി പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. സ്ത്രീ ധനം വാങ്ങാൻ ആർത്തി കാണിക്കുന്ന പുരുഷന്മാർ സ്ത്രീയാണ് യഥാർത്ഥ ധനം എന്ന് മനസ്സിലാക്കണം. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാൽ അത്രയും പ്രാധാന്യം തന്നെ ആൺകുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിലും കാട്ടേണ്ടതുണ്ട്. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവല്ലെന്നും പുരുഷന്മാർക്ക് തട്ടിക്കളിക്കാനുള്ള പന്തല്ലെന്നും ആഴത്തിൽ ഗ്രഹിക്കാൻ ചെറുപ്പത്തിൽ തന്നെ അവർക്കാവണം. ആദരവും ആരാധനയും അർഹിക്കുന്ന ഒരമ്മയെപ്പോലെ അവരെ കാണാൻ കഴിയണം. ഭാരതത്തിൽ വിവാഹമോചനം വർദ്ധിച്ചു വരികയാണ്. പാശ്ചാത്യ ലോകത്തിൽ ദമ്പതികൾ വിവാഹമോചിതരാകുമ്പോൾ സ്ത്രീ പുനർവിവാഹം ചെയ്യുന്നതുവരെ പുരുഷൻ ജീവനാംശം നൽകേണ്ടതുണ്ട്. പക്ഷെ ഭാരതത്തിൽ അത്തരം നിയമങ്ങളൊന്നും പ്രാബല്യത്തിലില്ല. അതുണ്ടാകേണ്ടതാണ്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ പുരുഷന്മാരെയും ഉൾപ്പെടുത്താൻ സ്ത്രീകൾ ശ്രമിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് ശക്തിയും ധൈര്യവുമില്ല എന്ന മിഥ്യാധാരണ സ്ഥാപിക്കുന്നതിൽ പുരുഷ സമൂഹം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സമയമായിരിക്കുന്നു. പക്ഷെ അത് ആരെയെങ്കിലും വെല്ലുവിളിച്ചിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരോട് മത്സരിച്ചിട്ടോ ആയിരിക്കരുത്. മറിച്ച് എല്ലാ സ്ത്രീകളിലും സഹജമായുള്ള മൃത്യുവിനെ പോലും ഭയക്കാതെ മാതൃത്വത്തിൻ്റെ പരിശുദ്ധ ഗുണങ്ങളെ പരിപോഷിപ്പിക്കുന്നതിലൂടെ ആകണം. നൂതനമായ ഒരു സൃഷ്ടിക്ക് സ്വയം തയ്യാറാകുന്ന അചഞ്ചലമായ ആത്മവിശ്വാസം കൊണ്ട്
താൻ ശക്തിയാണെന്ന്, ധൈര്യത്തിൻ്റെ സാരാംശം തന്നെയാണെന്ന് നിരന്തരം ലോകത്തിന് കാണിച്ചു കൊടുത്തു കൊണ്ടിരിക്കുകയാണ് സ്ത്രീ. PhD ഉള്ള ഒരു വ്യക്തിയോട് താങ്കൾക്ക് PhD ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബിരുദം ഇല്ലാതാകുമോ? യഥാർത്ഥത്തിൽ സ്ത്രീക്ക് കുറവുകളൊന്നുമില്ല. അവൾ എല്ലാം തികഞ്ഞവളാണ്. പുരുഷന്മാർ സ്ത്രീകളെ തരം താണവൾ എന്ന് മുദ്ര കുത്താൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകൾ തളരരുത്, പിന്തള്ളപ്പെട്ടവളാണെന്ന് കരുതരുത്. കാരണം ഈ പുരുഷ സമൂഹത്തിന് മുഴുവൻ ജന്മം നൽകിയത് സ്ത്രീയാണ്. ആ ആത്മവിശ്വാസം അവൾ വളർത്തിയെടുക്കണം. ആ മഹാഭാഗ്യത്തിൽ അഭിമാനം കൊള്ളണം. സ്ത്രീകൾ ആട്ടിൻകുട്ടികളല്ല, സിംഹക്കുട്ടികളാണെന്നവർ ഓർക്കണം. സ്വാർത്ഥതയും ഞാൻ ഭാവവും നിറഞ്ഞ മനുഷ്യന്റെ പുറത്തെ കണ്ണും കാതും എപ്പോഴും തുറന്നിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖം കാണാനും അവരുടെ കഥനകഥകൾ കേൾക്കാനുമുള്ള കാരുണ്യത്തിന്റെ ഉൾക്കണ്ണും കാതും അടച്ചു പൂട്ടിവെച്ചിരിക്കുന്നു. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണ്ടേ? എല്ലാവർക്കും എല്ലാവരുടെയും വിഷമങ്ങൾ ശ്രവിക്കാൻ കഴിയണേ. എല്ലാവർക്കും എല്ലാവരുടെയും ദുഃഖങ്ങൾ ദർശിക്കാൻ കഴിയണേ. എല്ലാവർക്കും എല്ലാവരുടെയും സുഖത്തിനും ശാന്തിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ പരമാത്മാവിൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഹരി ഓം നമഃ ശിവായ.